വീഡിയോകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ണറെ ബിസിനസ് സ്ഥാപനത്തിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചു. പാർട്ണേഴ്സിന് കിട്ടുന്ന, അതായത് ഇൻകമിംഗ് പാർട്ണറിന് കിട്ടുന്ന 2 റൈറ്റ്സുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. ഈ 2 റൈറ്റ്സ് അക്യൂർ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻകമിംഗ് പാർട്ണർ ഈ പാർട്ണർഷിപ്പിലോട്ട് കൊണ്ടുവരേണ്ടത്, ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്, ഒരു പാർട്ണർഷിപ്പിലെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ, ദാറ്റ് ഈസ് ഏതെല്ലാം മേഖലകളിലാണ് ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ ഉണ്ടാകുക. അതായത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് റിക്യൂർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ ഏതെല്ലാമാണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിവെച്ചത്. ഇന്ന് അതിന്റെ ബാലൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഏകദേശം ഒരു 6 പോയിന്റ് ആണ് അവിടെ ഡിസ്കസ് ചെയ്തത്. എന്താണ് ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതിലെന്താണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഏത് രീതിയിൽ റെക്കോർഡ് ചെയ്യും, തന്നെ അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ വ്യത്യാസങ്ങൾ ഏതെല്ലാമാണ്, അക്കൗണ്ടിങ് ഓഫ് ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റുകൾ അവിടെ ഡിസ്കസ് ചെയ്തു. റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, അസറ്റും ലയബിലിറ്റിയും എന്ത് ചെയ്തു, റിവാല്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്, ഫ്യൂച്ചർ പ്രോഫിറ്റ് ഏത് രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. ലാസ്റ്റ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം റേഷ്യോകളാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ഇൻകമിംഗ് പാർട്ണർ അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ണറെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവിടുത്തെ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന്റെ ഷെയറുകൾ ഉണ്ടാകുന്ന വ്യത്യാസം എത്രയാണ്, ഇതിന്റെ വ്യത്യാസം അല്ലെങ്കിൽ എന്തുമാത്രമാണ്, ഏത് രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, ഇതിനെ കുറിച്ചാണ് നമുക്കിന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരിക. അതിനുവേണ്ടി ഞാനിവിടെ പറയേണ്ടത് എന്താണ്, when the new partner is admitted he accrued his share in profit ഫ്രം ദ ഓൾഡ് പാർട്ണേഴ്സ്. അതായത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വേറൊന്നുമല്ല, പുതിയൊരു പാർട്ണറെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് എന്തുമാത്രം പ്രോഫിറ്റ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എത്രമാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ ഒരു ഷെയർ എന്ത് ചെയ്യണം, ഈ വരുന്ന ഇൻകമിംഗ് പാർട്ണർക്ക് മസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തേ പറ്റൂ. അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ പാർട്ണേഴ്സിന്റെ പ്രോഫിറ്റിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു, ഇൻകമിംഗ് പാർട്ണർക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരുന്നു. വിട്ടുകൊടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്തുമാത്രമാണ്, അതാണ് ഇവിടുത്തെ ന്യൂ റേഷ്യോ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ പുതിയ റേഷ്യോ എന്തുമാത്രമാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്താ പറയുന്നത്, ഇൻ അതർ വേർഡ്സ് the admission of a new partner, the old partner sacrifices a share of their profit in favor of the new partner. അതായത് പുതിയൊരു പാർട്ണർ വരുമ്പോൾ പഴയ പാർട്ണർ കുറച്ച് സാക്രിഫൈസ് ചെയ്യുന്നു, ത്യജിക്കുന്നു, വിട്ടുകൊടുക്കുന്നു. ആരുടെ, ഈ പുതിയ പാർട്ണർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാലും ഇവിടെ എന്ത് സംഭവിക്കുന്നു, പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പൊ എന്താണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് നോക്കാം. സാക്രിഫൈസ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്, ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ണേഴ്സ് അഗ്രി ടു സാക്രിഫൈസ് their share of profit in favor of the incoming partner is called sacrificing ratio. അതായത് ഈ പുതിയ പാർട്ണർ വരുമ്പോൾ പഴയ പാർട്ണേഴ്സ് അല്ലെങ്കിൽ അവിടെ ഉള്ള പാർട്ണേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇൻകമിംഗ് പാർട്ണർക്ക് വിട്ടുകൊടുക്കുന്നു. എത്രയാണോ വിട്ടുകൊടുക്കുന്നത് ആ അത്രയും പോർഷനെയാണ് നമ്മൾ എന്താ അറിയപ്പെടുന്നത്, സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കുക, അതിനൊരു ചെറിയൊരു ഫോർമുല നമ്മൾ യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് സാക്രിഫൈസിംഗ് റേഷ്യോ കാണുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് മൈനസ് ന്യൂ ഷെയർ ഓഫ് പ്രോഫിറ്റ്. മുൻപ് അവർക്ക് എത്രയാണോ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് എത്രയാണോ കിട്ടുന്നത്, ഇവ തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് എന്താ അറിയപ്പെടുന്നത്, സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കിവിടെ 3 റേഷ്യോ ആണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യുന്നത്, ഓൾഡ് റേഷ്യോ, സാക്രിഫൈസിംഗ് റേഷ്യോ, ന്യൂ റേഷ്യോ. അപ്പൊ ഇതെല്ലാം ഏത് രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. ദാറ്റ് ഈസ് ഒരു ഇൻകമിംഗ് പാർട്ണർ വന്നതിന് ശേഷം ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ ഏതെല്ലാമാണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സപ്പോസ് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞു തരാം. ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്ന എക്സാമ്പിൾ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. സപ്പോസ് എന്താ സങ്കല്പിക്കുക, എ ആൻഡ് ബി, എ ബിയും ഒരു ബിസിനസ്സിലെ പാർട്ണർഷിപ്പിലെ ഒരു 2 പാർട്ണേഴ്സ് ആണ് സങ്കല്പിക്കുക. ഇവർക്ക് അവിടെ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് കിട്ടുന്നു, ഒരു വർഷത്തില് 300 rupees പ്രോഫിറ്റ് കിട്ടുന്നതെന്നും സങ്കല്പിക്കുക.
ഈ സമയത്ത് ഇവരെന്ത് ചെയ്യും, ഇവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മളിവിടെ കണ്ടേക്കുന്നത് 1:1 ആണ്. ദാറ്റ് ഈസ് തുല്യമായി വീതിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നും സങ്കല്പിക്കുക. ഇത്തരം രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ സി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ പുതിയ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എ ഉണ്ട്, ബി ഉണ്ട് ആൻഡ് സി ഉണ്ട്. ഇവർ 3 പേരും ആകുന്നു. After admitting the new partner, they decided to share the profit equally. അവർ എന്ത് ചെയ്യുന്നു, അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവരെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്ത് തന്നെയാണ്, തുല്യമായി തന്നെയാണ് വീതിച്ചെടുക്കുന്നത്. അതായത് 1:1 തുല്യമായി വീതിച്ചെടുക്കുന്നു. ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സപ്പോസ് ഇവരിപ്പോ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഷെയർ വീതിച്ചെടുക്കുമ്പോൾ ഇതിന്റെ ഹാഫ് എന്ത് കിട്ടും, എക്ക് കിട്ടും, പിന്നെ അതുപോലെ ഹാഫ് ബിക്കും കിട്ടും. അത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം, 150 ആണ് അല്ലെ. 2 പേർക്കും കിട്ടുന്നത് 150 ആണ്. ഈ രീതിയിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഷെയറിംഗ് ഷെയർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഇവർക്ക് എന്ത് ചെയ്തു, പുതിയൊരു പാർട്ണർ അഡ്മിറ്റ് ചെയ്തു. അന്ന് കിട്ടുന്ന പ്രോഫിറ്റും സെയിം ആണെന്ന് സങ്കല്പിക്കുക. ഈ സെയിം ആണെന്നുണ്ടെങ്കിൽ 300 ആണെന്ന് സങ്കല്പിക്കുക. 300 ആണെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നു, ഇവർ തുല്യമായി വീതിച്ചിരിക്കുന്നു. അപ്പോൾ ഇവർ കിട്ടുന്ന ഷെയറിനെ അവർ 3 വാങ്ങിക്കേണ്ടി വരും. 3 വീതിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും, 100 rupees, then 100 rupees, again 100 rupees. ഇവർക്ക് 3 പേർക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്, ഈക്വൽ ആയിട്ട് കിട്ടുന്നു. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. മുൻപ് എക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഷെയർ എന്ന് പറയുന്നത് 150 ആയിരുന്നു, ദാറ്റ് ഈസ് 150 രൂപയായിരുന്നു. ഇപ്പൊ ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം എത്രയും കിട്ടുന്നുള്ളൂ, 100 rupees കിട്ടുന്നുള്ളൂ. അപ്പൊ എന്തുമാത്രമാണ് എ ബി വന്നത് കൊണ്ട് എന്താണ് വിട്ടുകൊടുക്കേണ്ടി വന്നത്, ദാറ്റ് ഈസ് നമ്മൾ അവിടുത്തെ എന്താണ് ആ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 150 മൈനസ് ഇപ്പോൾ കിട്ടുന്ന എത്രയാണ്, എ കിട്ടുന്നത് 100 rupees. ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്, 50 rupees. ഈ 50 rupeesനാണ് നമ്മൾ എന്താ അറിയപ്പെടുന്നത്, സാക്രിഫൈസിങ് റേഷ്യോ അല്ലെങ്കിൽ സാക്രിഫൈസിങ് ഷെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ബിക്കും എന്ത് സംഭവിക്കുന്നു, ഇതേ സെയിം ഇഷ്യൂ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവർക്ക് 2 പേർക്കും എന്ത് സംഭവിക്കുന്നു, 50 രൂപ വെച്ച് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് അവരുടെ ഷെയർ ആയിട്ട് 50 രൂപ വെച്ച് അവർക്ക് കുറയേണ്ടി വരുന്നു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ 150 എന്ന് പറയുന്നത് ഓൾഡ് ഷെയർ ആണ്. ഈ ഓൾഡ് ഷെയർ ആണ് 150. ഇവർ 2 പേരുടെയും ഓൾഡ് ഷെയർ ആണെന്നുണ്ടെങ്കിൽ 100 rupees എന്ന് പറയുന്നത് ഇവരുടെ ന്യൂ ഷെയർ ആണ്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് വരും. then ഇവർക്ക് 50 rupees എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇവിടെ സാക്രിഫൈസ്, ഇവർ എത്രമാത്രം സാക്രിഫൈസ് ചെയ്തു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ നിന്നും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഫോമുല ഏത് രീതിയിലാണ് ജനറേറ്റ് ചെയ്യാൻ നോക്കുക. ദാറ്റ് ഈസ് ഓൾഡ് സാക്രിഫൈസിംഗ് റേഷ്യോ കാണുന്ന ഫോമുല ഞാൻ ഇവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത്, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എങ്കിൽ നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഏത് രീതിയിൽ കണ്ടുപിടിക്കാൻ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് കണ്ടുപിടിക്കുന്ന ഫോമുല എന്ന് പറയുമ്പോൾ മുൻപ് എത്രയാണോ കിട്ടിക്കൊണ്ടിരുന്നത് ഓൾഡ് ഷെയറിൽ നിന്നും ഇപ്പോൾ അവർ എത്രമാത്രം വിട്ടുകൊടുത്തു, ദാറ്റ് ഈസ് സാക്രിഫൈസിംഗ് ഷെയർ വിട്ടുകൊടുത്തത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടുന്നു. ഇതുപോലെ നമുക്ക് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണുന്ന സിറ്റുവേഷൻസ് നമുക്ക് വരാറില്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബേസിക് കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഫോമുലകൾ ജനറേറ്റ് ചെയ്യുകയും ഇത് ഏത് രീതിയിലാണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കുക എന്ന് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നിന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. സോ ഇതിന്റെ കാൽക്കുലേഷൻ പാർട്ടായ ഏത് രീതിയിലാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുക, ഏത് രീതിയിലാണ് സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കുക, ഇതിനെ കുറിച്ചൊക്കെ അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും